വായിട്ടാ പോകാം. ആ വാ കേറ്. പരിപാടിയൊന്നും ആക്കുന്നില്ലേ? എത്ര സമയമായി? നീ സായനെ വിളിച്ച് പച്ച സെറ്റാക്ക്, ബാക്കി ഞാനേറ്റ്. അല്ല ഇതാര്? നല്ലവനായ ഉണ്ണിയോ? ഇന്നൊന്നുമില്ലേ? ഉണ്ടടാ ഉണ്ട്. നിനക്ക് സ്പ്രൈറ്റ് അല്ലടാ വേണ്ടേ? വേറെ ഒന്നും നീ കുടിക്കൂലോ. എന്താ നീ അങ്ങനെ പറഞ്ഞേ? ഞാൻ വാങ്ങിക്കോടാ, നീ ചാവിതാ. അയ്യോ നിന്റെ കാര്യം. എന്നാ കൂടി പോയി വാങ്ങിക്കേ. നിനക്കൊരു പൂച്ചോ? വേഗം പറഞ്ഞേടാ. ഓ എടാ ഇവൻ പോയിട്ട് എത്ര സമയമായി? അല്ല നീ കിങ് വാങ്ങിക്കാൻ പറഞ്ഞ? എടാ ഞാൻ മറന്നുപോയി. എന്റെ ചങ്ങായി. ഹലോ മച്ചാനെ ഒരു രാജാവ് വാങ്ങിക്കണേ. എടാ ഇതെടാ ഇത്. നീ അവരോട് പറഞ്ഞാൽ മതി, അവര് വാങ്ങി തരൂ. ആ മക്കളെ ഞാൻ എത്തി. മച്ചാനെ നീ വലിയവനാടാ. മോനെ നിങ്ങളുടെ സാധനം ഇന്ന് ഞാൻ തകർക്കും, പൊളിക്കും. പിന്നല്ല. മച്ചാനെ സാധനം കിട്ടീനാ? കുറച്ച് മുന്തിയ സാധനം നോക്കിയിട്ടില്ലേ? മച്ചാനെ ഉണ്ണിന്റെ അച്ഛനെ കൊണ്ട് സീനാണല്ലോ, അയാളൊന്ന് സ്കെച്ച് ചെയ്തേക്ക്. ഒന്നും സീനില്ല മാർട്ടി, നമ്മൾ നോക്കിക്കോളാം. എന്റെ കൂടെ പാടി, എന്റെ കൂടെ തുള്ളിച്ചാടി, എന്റെ നാട് മലനാട്, എന്റെ കയ്യിൽ പൊറോട്ട മാവ് തീയിൽ കുരുത്തതാണ്, പയറ്റിയെല്ലാം തെളിഞ്ഞതാണ്, ഇരുട്ടുവാക്കിൽ നിറച്ചമയും വഴക്കമെല്ലാം പഠിച്ചതാണ്. എന്ന കറുമ്പനാണ്, എണ്ണിപ്പറഞ്ഞ മിടുക്കനാണ്, പരക്കെ എന്നോട് എതിർപ്പ് മാത്രം, അതൊക്കെ എനിക്ക് പുല്ലാണ്. അരയ്ക്ക് വെട്ടിക്കറിക്കരിയും മുഴുത്ത പ്രാവും പുതുക്കലരിയും നന്നായിക്കോട്ടെ നിനക്കൊക്കെ. എന്റെ വാക്കത്തി പണിയാണ്. കൊല്ലം കുത്തി വിളംബരം ശ്രമിക്കൂ എന്റെ പട്ടുകളെ നിരന്തരം കലികാലത്തിൽ ഞാനുണ്ട് പലതരം മലയാളത്തിലാണ് എന്റെ വിളംബരം മനസാക്ഷിക്ക് നിരക്കാത്ത കലാകാരൻ ഇത് കലയോ കൊല്ല വിളിയോ എന്നെ പുറ്റിച്ചാലും പറ്റിച്ചാലും ഞാൻ വർദ്ധിക്കും പച്ച മലയാളത്തിൽ ഛർദിക്കും. പോരുന്നോ എന്റെ കൂടെ, നീ പോരുന്നോ, പോരുന്നോ എന്റെ കൂടെ, മയങ്ങുന്ന നേരത്തു വേലി ചാടി പോരുന്നോ എന്റെ കൂടെ. എന്തോന്ന് പാട്ടാടാ? ഒന്ന് പോയാടാ ഉണ്ണി, ഗെയിം തോറ്റതിന് കരയിലടാ ഉണ്ണി. ഇന്ന് പോയാടാ, ഞാനൊന്നല്ല, അതെ ഇവനാണ്. ചങ്കേ നിനക്ക് എന്താണ് പറ്റിയേ? തേച്ചടാ അവള് തേച്ച്. ഏത് നായിന്റെ മടാണ് ഇന്നെ തേച്ച്? പ്രേമം പൊളിഞ്ഞ് 4 മാസമായി, എന്നിട്ട് നീ ഇപ്പോഴാണോ കരയുന്നേ? നല്ല മൂടാണല്ലേ മച്ചാനെ. ഡാ പെണ്ണാണോ അവള് നമുക്കിടയില്? വേണ്ട വേണ്ട. പച്ച അടിച്ചിട്ട് ഇങ്ങനെ, ഇനി സ്റ്റാമ്പ് അടിച്ചിട്ടുണ്ട്. എന്താ അതിൻ്റെ അവസ്ഥ? സ്റ്റാമ്പാ? അതെന്നാ? അതൊന്നും നീ അറിയാനായിട്ടില്ലല്ലോ, നീ കളിച്ചോണ്ടാടിയിരുന്നു. പിന്നെ
കോരാച്ചാത്ത നിങ്ങളറിഞ്ഞോ നമുക്ക് സ്വാതന്ത്ര്യം. പോരാച്ചാത്ത നിങ്ങളറിഞ്ഞോ നമുക്ക് സ്വാതന്ത്ര്യം. ഈ തമ്പ്രാന്മാര് പറയണ കേട്ടില്ലേ നമുക്ക് സ്വാതന്ത്ര്യം. ഈ തമ്പ്രാന്മാര് പറയണ കേട്ടില്ലേ നമുക്ക് സ്വാതന്ത്ര്യം. കോരാച്ചാത്ത പക്ഷെ അച്ഛൻ കണ്ണീന്ന് മറഞ്ഞു പോയപ്പോ ചങ്കിനകത്തൊരു വേദന പോലെ ആമോനെ പറ. ആ എന്താ പരിപാടി, ഇങ്ങോട്ടേക്ക് വരുന്നില്ലേ? ഇല്ലടാ, എനിക്കിന്ന് പങ്ങളെ കൂട്ടി പുറത്തു പോണോന്ന്. ഓ അതെയാ, എന്നാ വൈകിട്ട് കാണാം. ഓക്കെ. എന്നാടാ? അവന് പെങ്ങളെയും കൂട്ടി എവിടെയാ പോകാണ്ട് പോലും. അല്ലേലും അങ്ങനെ അവന് പെങ്ങളെ കാര്യം വരുമ്പോ ഞങ്ങളൊന്നും വേണ്ടല്ലോ. ശേ. ഒന്ന് നോക്കിയേ. സാധനം മാർട്ടിൻ ടൈമെന്ന് എടുത്തിട്ടുണ്ട്. നല്ല ഫസ്റ്റ് ക്ലാസ് സാധനം. ഇവനെ എഴുന്നേറ്റി. ആ ഇവനാടിന്റെ അർജു, നമ്മളിന്ന് സെൽഫി എടുത്തുമായിരിക്കും. നീ നോക്കിക്കോ. എല്ലാം എടുത്തിട്ടുണ്ടല്ല. അല്ല, എവിടെയാ പോന്ന്? നമ്മൾ അണ്ടി കൊടുക്കാൻ പോന്നെയപ്പാ. എന്നാ കുറച്ചേരം ഇവിടെ ഇരുന്നിട്ട് പോ. ഇല്ല, നിങ്ങളുമായിട്ടുള്ള കമ്പനി എല്ലാം വിട്ടപ്പാ. അല്ല, പുതിയൊന്നുമില്ലേ? ഷോകാണ് ബ്രോ. ആരും മിണ്ടല്ലേ, അച്ഛൻ വിളിക്കുന്നുണ്ട്. ഹലോ, ഞാനിവിടെ ഉണ്ട്. ആ ആ ശരി. എന്താണ് പ്രശ്നം? വീട്ടിലാകെ സീനാണ്. വീട്ടിൽ നമ്മൾ ഇന്നലെ കൂടിയത് വീട്ടിലറിഞ്ഞു. ഫുള്ള് ഉപദേശം ഇതാക്കിയതല്ല. നിന്റെ അച്ഛനല്ലേ, അങ്ങനെ വരൂ. ഞാൻ വീട്ടിലേക്ക് പോയി. ഉണ്ണീൻ്റെ അച്ഛൻ നമുക്കിട്ട് പണി വരുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ട് കേട്ടാ. മാർട്ടിൻ ഇന്നലെ സൂചിപ്പിച്ചത് ഇയാൾ നാട്ടിൽ നമ്മളെ പറ്റി പറയുന്നുണ്ട്. ഇയാൾക്കൊരു പണി കൊടുക്കാനുണ്ടോ? ആ, എടാ ആരോ വരുന്നുണ്ടല്ലോ. എടാ, ഇവിടെ എന്താ പരിപാടി? നിങ്ങളാരാ? എടാ മിണ്ടാതിരുന്നേ, ഇത് ഉണ്ണിയുടെ അച്ഛനാ. ഇത് അമ്പലമുറ്റാണ്. ഇവിടുന്ന് വെള്ളടിക്കാൻ പാടില്ല. നിങ്ങൾക്ക് വെള്ളടിക്കണമെങ്കിൽ വീട്ടിൽ പോയിട്ട് വെള്ളടിക്കോ. ഇവനെ ചോദിക്കാനും പറയാനും ആരുമില്ല. നിങ്ങളും അതുപോലെ ആയാ. ഇവൻ ഇങ്ങനെയാണെങ്കിൽ ഇവന്റെ പെങ്ങളെയും കൊണ്ട് വെക്കുമല്ല. ഇയാളെ കൊണ്ട് വല്ലാത്ത ചൊറയാ. എന്തിന്റെ കേടാണ്? അച്ഛൻ വരുന്നുണ്ടേ. അച്ഛ ആ
ആരാ? ആ ഞങ്ങളിതെത്തി. എടാ പാടാ. എടാ എവിടെയൊക്കെ എന്താ അതൊക്കെ പറയാം. എടോ നീ ഇതെന്തു ഭാവിച്ചാ? നീ ഇത് എന്തൊക്കെയാണ് ഈ ചെയ്യുന്നേ? എടാ നീ ഞങ്ങളെ കുറിച്ച് ഓർത്തോ? നിന്റെ പെങ്ങളെ കുറിച്ച് എങ്ങനെ ഓർത്തോ? ഞാനിത് അവൾക്ക് വേണ്ടിയാടാ ചെയ്തേ. പെങ്ങൾക്ക് വേണ്ടിയോ? നീ എന്ത് പറയുന്നേ? ആടാ ഉണ്ണീൻ്റെ അച്ഛൻ എൻ്റെ പെങ്ങളോട് മോശമായി പെരുമാറിയിട്ടാ. നിന്നോട് ഇതാരാ പറഞ്ഞേ? നിന്റെ പെങ്ങൾ പറഞ്ഞാന്നോ? ഇതാ ഇവൻ. ഓ ടെൻഷൻ. എടാ ഉണ്ണീൻ്റെ അച്ഛൻ ആള് മറ്റേതാ. എന്നാ അയാള് നിന്റെ പെങ്ങളോട് അതൊക്കെ പറയുന്നുണ്ടായിരുന്നു. എന്നാ സംഭവം? സംഭവം മറ്റേത് തന്നെയാ. എന്നാ സംഭവം? അവിടുന്ന് നിന്റെ പെങ്ങള് ക്ലാസ് കഴിയുന്നവർക്ക് എന്തോ പറയുന്നുണ്ടായിരുന്നു. ആ പന്നീനെ ഞാനിന്ന് വേണ്ട. ആന്തരച്ചു നീ ഞങ്ങളോട് പറയാതിരുന്നേ? നിനക്കെന്താടെ ഒരു കള്ളക്കളി പോലെ? എടാ അത് ചെയ്ത ഉണ്ണിയുടെ അച്ഛനല്ല, അത് ചെയ്ത് ഞാനാ. എന്നോട് ക്ഷമിക്കടാ. ആ പോയിന്. ആ അടുക്ക്. നീ ആകെ വലിയ പെണ്ണായിപ്പോയല്ലോ. നിന്റെ സ്കൂളിലെ ഡാൻസൊക്കെ കണ്ടു കേട്ടാ, കിടിലായി. നമുക്കൊന്ന് കാണണം കേട്ടാ, സായുജില്ലാത്തേരം. ഞാനിതേട്ടനോട് പറഞ്ഞു കൊടുക്കും. നിന്നോടാ ക്ഷമിക്കാനാ? കൂടെ നിന്ന് ചതിക്കുന്നോടാ നായേ. മാറിയടാ. അപ്പൊ നിന്നെ കൊല്ലും ഞാനിത്. ചങ്ങായി പോയി ഇല്ല, കൊന്നേനെ നായെ. എടാ ഉണ്ണി, നീയൊക്കെ എന്താടാ ഈ കാണിക്കുന്നേ? എല്ലാത്തിനും കാരണം നിങ്ങൾ ഈ ഒടുക്കത്തെ കഞ്ചാവടിയാ. ഇന്നത്തോടെ നിർത്തിക്കോല്ലോ. വാ എണീക്ക്. എടാ ശരിയാടാ, നമ്മൾ ഈ കഞ്ചാവടി കാരണം നമ്മളെല്ലാം ഇങ്ങനെ ആയിപ്പോയെ. മതിയടാ, നമുക്കെല്ലാം നിർത്തിക്കൂടെ? ലഹരി ഒരു പാമ്പാണ്. നേരിയ മയക്കത്തിൽ ശരീരത്തിൽ അത് ഇഴഞ്ഞു കയറുമ്പോൾ അനുഭവപ്പെടുന്ന സുഖം മൂർത്താവിൽ കൊത്തിയിറങ്ങി പോകുമ്പോഴായിരിക്കും ഇത് മരണത്തിൻ്റെ സുഖമാണല്ലോ എന്ന് നാം തിരിച്ചറിയും. അപ്പോഴേക്കും തിരിച്ചു വരാനാവാത്ത മറ്റൊരു ലഹരിയിൽ, മരണത്തിൻ്റെ ലഹരിയിൽ പിടയുകയായിരിക്കും. അതെ, ഇക്കിളിപ്പെടുത്തുന്ന ഓരോ ലഹരിക്കു പിന്നിലും പണം പിടത്തി നിൽക്കുന്ന ഒരു പാമ്പ് ഒളിഞ്ഞു കിടപ്പുണ്ടെന്ന് തിരിച്ചറിയുക. ഒരു തലമുറയാകെ അകാലത്തിൽ കൊന്നുകളയുന്ന ഈ ലഹരിയുടെ മരണത്തിൻ്റെ ലോകത്ത് നിന്ന് ഒരുവനെയെങ്കിലും ജീവിതത്തിൻ്റെ ലഹരിയിലേക്ക് ഇതിലൂടെ തിരികെ നടത്താനായെങ്കിൽ